ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കിടിലം അപ്ഡേറ്റ് ആണ്. അതായത് ഏകദേശം ഒരു 90% പേർക്കും ലോൺ കിട്ടിയ നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ആപ്പിനെ കുറിച്ച് നമ്മുടെ നമ്മുടെ ഒരു ചാനലിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാൻ സാധിക്കും. ഒരു 60-70% പേർക്കും അറിയാം. പക്ഷേ ഇവരുടെ എലിജിബിലിറ്റി മറ്റേ ആപ്പിനെ അപേക്ഷിച്ച് വളരെ സിമ്പിളാണ്. നമുക്ക് അധികം ഭാരിച്ച ഡോക്യുമെൻറ്റേഷനോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് ലോൺ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു ആപ്പിൻ്റെ എലിജിബിലിറ്റി എന്തെന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ലോൺ എടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഉറപ്പായിട്ടും റിജക്റ്റ് ആകും. ആദ്യമേ അവർ പറയുന്നത് ക്രെഡിറ്റിൽ ന്യൂ ആയവർക്ക് ഇവർ ലോൺ കൊടുക്കുമെന്നാണ്. ക്രെഡിറ്റിൽ ന്യൂ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടില്ല, നമുക്കൊരു ക്രെഡിറ്റ് കാർഡില്ല, സ്വർണം പ്ലഡ്ജ് ചെയ്തിട്ടില്ല, കാർ ലോണില്ല, ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടി ഇല്ല, അങ്ങനെ ബാങ്കുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അപ്പോൾ ഇങ്ങനെ കണക്ഷൻ ഇല്ലാത്തവർക്ക് ഒരു 90% ബാങ്കും അവരുടെ ലോൺ റിജക്റ്റ് ചെയ്യും, -1 സിബിൽ സ്കോർ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇവർ അങ്ങനെയല്ല. -1 സിബിൽ സ്കോർ ഉള്ളവർക്ക് ഇവർ ലോൺ കൊടുക്കും, അതായത് ന്യൂ ക്രെഡിറ്റിന് ലോൺ കൊടുക്കുന്നതാണ്. ഏജ് ഇത് നിശ്ചയമായും കേൾക്കുക, 18 വയസ്സ് മുതൽ 55 വയസ്സ് പ്രായമുള്ളവർക്ക് ഇവർ ലോൺ കൊടുക്കുന്നതാണ്. പിന്നെ ഇവർ ഒരു കാര്യം മെയിനായിട്ട് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് മന്ത്ലി സാലറിയാണ്. 12,000 രൂപ മുതൽ 35,000 വരെ സാലറി ഉള്ളവർക്ക് ഇവർ ലോൺ കൊടുക്കും. അത് ബാങ്കിൽ ക്രെഡിറ്റ് ആക്കണമെന്നാണ് അവർ പറയുന്നത്. അതിലുപരി ഇവർ സാലറി ഇല്ലാത്തവർക്കും കൊടുത്തതായിട്ട് നമ്മുടെ റെക്കോർഡ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ സർവേയിൽ കാണുന്നുണ്ട്. ഓക്കെ, നല്ല ബാങ്കിങ്ങും നല്ല സിബിൽ സ്കോറും ഉള്ളവർക്ക് സാലറി ഇല്ലെങ്കിലും ചില ബാങ്കുകൾ വിളിച്ച് ലോൺ കൊടുക്കും. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന വെച്ചാൽ ആ ബാങ്കിൽ തന്നെ നമ്മളെ വിളിച്ചിട്ട് പറയും, സാർ നിങ്ങൾക്കൊരു 2 ലക്ഷം രൂപ പ്രീ അപ്രൂവൽ ഉണ്ട്, അത് നാളെ വന്ന് എടുക്കണമെന്ന് പറയും. ഓക്കെ, ഇനി അവർ പറയുന്നത് മിനിമം എംപ്ലോയ്മെൻറ്റ് ടെന്യൂറിറ്റി പറയുന്നത് 6 മാസമാണ്. അതായത് ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് 6 മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ലോൺ കിട്ടുകയുള്ളൂ. പിന്നെ ഏറ്റവും കുറഞ്ഞ സാലറിയിൽ ലോൺ തരുന്ന നമ്മുടെ ഒരു സ്ഥാപനങ്ങളിലൊന്നാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളുമെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആദ്യം പറയാത്തത് ഞാൻ മുമ്പ് പറയുന്ന പോലെ നിങ്ങൾ ചാടി പോയി അപ്ലൈ ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ലിങ്ക് കൊടുക്കാത്തത്. അപ്പോൾ ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. 6 മാസത്തെ കാലാവധി, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി 6 മാസത്തെ കാലാവധി വേണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ളവർ അപ്ലൈ ചെയ്യരുത്. നിങ്ങൾ 1 മാസം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു, അടുത്ത കമ്പനിയിൽ 5 രൂപ കൂട്ടി, 5 രൂപ മീൻസ് വെറും 5 രൂപയാണ് ഉദ്ദേശിക്കുന്നത്, കൂട്ടിത്തരാനപ്പോൾ അപ്പുറത്തെ കമ്പനിയിൽ പോയി അവിടെ 2 മാസം വർക്ക് ചെയ്തു, പിന്നെ അപ്പുറത്തെ കമ്പനിയിൽ പോയി അവിടെ 3 മാസം വർക്ക് ചെയ്തു. അങ്ങനെയുള്ളവരൊന്നും അപ്ലൈ ചെയ്യരുത്, അവർക്കൊന്നും കിട്ടില്ല. ഓക്കെ, ക്രെഡിറ്റ് സ്കോർ വേണ്ടത് തീരെ ചെറിയ ക്രെഡിറ്റ് സ്കോർ തന്നെയാണ് അവർ നോക്കുന്നത്. 660 മതി ക്രെഡിറ്റ് സ്കോർ, അല്ലെങ്കിൽ 660 അതിന് മുകളിലും മാത്രം മതി. ഇനി ലോൺ അവർ ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സ്, അവരുടെ പ്രൊഫൈൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് പെട്ടെന്ന് കിട്ടുന്ന പ്രൊഫൈൽസ് ഇതൊക്കെയാണ് കസ്റ്റമേഴ്സിന്. IT വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടും. ബിസിനസ് പ്രോസസ്സിംഗ് ഔട്ട്സോഴ്സിങ്, അതായത് നമ്മുടെ ഈ BPOയിലൊക്കെ അല്ലേ, എയർടെൽ, കസ്റ്റമർ കെയർസ്, അങ്ങനെയുള്ള സംവിധാനങ്ങളിലൊക്കെ പെട്ടെന്ന് കിട്ടുന്നതാണ്. BFSI, ബാങ്കിങ്, ഫിനാൻസ്, ഇൻഷുറൻസ് മേഖല അങ്ങനെയുള്ളവർക്ക് കിട്ടും. ഈ ഇൻഷുറൻസിലുള്ളവർക്ക് മറ്റു ബാങ്കുകളൊക്കെ ലോൺ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഇൻഷുറൻസിലുള്ളവർക്ക് 35,000-40,000 രൂപ സാലറി ഉണ്ടെങ്കിൽ ലോൺ കിട്ടിയുള്ളൂ. പക്ഷേ ഇവർ നല്ല രീതിയിൽ ലോൺ കൊടുക്കുന്നതാണ്. പിന്നെ ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടും. പിന്നെ ഈ ട്യൂഷൻ സെൻറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ്, അങ്ങനെയുള്ള സ്റ്റാഫ്സിന് കിട്ടുന്നതാണ്. പിന്നെ ഇ-കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഡെലിവറി, ഇപ്പോൾ സ്വിഗ്ഗി, സൊമാറ്റോ, പിന്നെ അങ്ങനെ ഒരുപാട് ഡെലിവറി കമ്പനീസ് ഉണ്ടല്ലോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്കും കിട്ടുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് മറ്റ് കമ്പനീസിൽ നിന്ന് ലോൺ കൊടുക്കില്ല, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഗവൺമെൻറ് യൂട്ടിലിറ്റി സർവീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഇവർ ലോൺ കൊടുക്കും. ഇനി ലോൺ മീൻസ് കിട്ടാത്തവർ, അതായത് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാത്തവർ വർക്ക് ചെയ്യുന്നവർക്ക് ലോൺ അവർ കൊടുക്കില്ല എന്നാണ് പറയുന്നത്. ദയവേത് ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നതല്ല, അവരുടെ ആ ഒരു ആപ്പിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ, ആ ഒരു ബാങ്കിങ്ങിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ പറ്റിയാണ് സംസാരിക്കുന്നത്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുകയില്ല. ടൂറിസം മേഖലകളിലോ, ട്രാവൽ ആൻഡ് ടൂറിസം മേഖലകളിൽ, പിന്നെ റീറ്റെയിൽ സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവരൊന്ന് ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക, ഉണ്ടെന്ന് ഞാൻ പറയില്ല, അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക, കിട്ടുന്നെങ്കിൽ ഓക്കെ ശരി എടുക്കുക. അപ്പോൾ മെയിനായിട്ട് അവർ പറയുന്നതാണ് ഈ ഒരു മേഖലയുള്ളവർക്ക് കിട്ടില്ല. ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു നമ്മുടെ ഫാർമ, എഡ്യൂടെക്, ഇ-കൊമേഴ്സ്, ഗവൺമെൻറ് യൂട്ടിലിറ്റി സർവീസ്, ഇങ്ങനെയുള്ള കമ്പനികൾ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ലോൺ അവർ കൊടുക്കുമെന്നാണ് പറയുന്നത്. ദയവായി ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ആപ്പുകളിൽ നിന്ന് നമ്മൾ ആപ്പിളിലെ നമ്മുടെ മൊബൈലിൽ നിന്നല്ലേ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഉഡായിപ്പുകളൊന്നും അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ സാലറി സ്ലിപ്പൊക്കെ നമുക്ക് എത്ര തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്താലും
അത് കാണുമ്പോൾ തന്നെ അറിയാം അതെന്താ പറയുന്നത്, നമ്മളത് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഭൂരിഭാഗവും സാലറി ക്രിയേറ്റ് ചെയ്താൽ സാലറി സ്ലിപ്പ് മാത്രം പോരല്ലോ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണമല്ലോ ആ സാലറി. അപ്പോൾ അങ്ങനെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലും കൃത്രിമം കാണിച്ച് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക, അത് ലീഗൽ ഇഷ്യൂ വരും. ഓക്കെ, ബാങ്ക് സൈറ്റിൽ മീൻസ് അവരുടെ ആ ഒരു ഞാൻ പറയുന്ന പോലെ അവരുടെ സൈറ്റുകളിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്തുള്ള നമ്മൾ എടുക്കുന്ന ഈ ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കിലും ആ ഒരു മാൽ പ്രാക്ടീസ് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ മാൽ പ്രാക്ടീസ് കാണാതിരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ ബാങ്കുകളും PDF ഫോർമാറ്റിലേക്കാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞത്. മെർജ് ചെയ്തതോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തോ ആയ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ഒരു ബാങ്ക് ഇപ്പോൾ സ്വീകരിക്കില്ല. ഓൺലൈനിൽ ചെയ്യുമ്പോൾ എല്ലാം PDF ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ അങ്ങനെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളാരും അങ്ങനെ ഒരു മാൽ പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിൽ കിട്ടും. നിങ്ങൾ അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, ഇത് അറിയാവുന്നത് നിങ്ങൾക്ക്, എന്നാലും പറഞ്ഞു തരാം. ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ OTP വരും. ഇതൊക്കെ അറിയാമല്ലോ, നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമുള്ളൂ പ്രത്യേകിച്ച്. ഇനി നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസ് അതായത് മൊബൈൽ വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി കസ്റ്റമർ ഡീറ്റെയിൽസ്, മോർ ഡീറ്റെയിൽസ്, ഇങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണ് പോകുന്നത്. ഇവിടെ ഞാൻ മീൻസ് ഫസ്റ്റ് നെയിം കൊടുത്തു, മിഡിൽ നെയിം ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ കൊടുക്കുക, ലാസ്റ്റ് നെയിം, പാൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ്. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ജെൻഡർ ചോദിക്കും, മെയിൽ, അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഡ്രസ്സ്, ഇപ്പോൾ താമസിക്കുന്ന അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്, അത് ക്ലിയർ ആയിട്ട് കൊടുക്കുക. പിൻകോഡ് കൊടുക്കുക, സിറ്റി, സ്റ്റേറ്റ്, പ്രൊഫഷണൽ ഡീറ്റെയിൽസ്, നമ്മുടെ ജോലി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. പിന്നെ മോഡ് ഓഫ് സാലറി അവർ 3 കൊടുത്തിട്ടുണ്ട്, 4 ഉണ്ട്. ബാങ്ക് അക്കൗണ്ട്, ക്യാഷ്, ചെക്ക്, അതേഴ്സ്. അത് ബാങ്ക് അക്കൗണ്ടാണ് മെയിനായിട്ട് കിട്ടുന്നത്. ക്യാഷ് എന്നവർ നിങ്ങൾ കൊടുത്തു നോക്കുക. ക്യാഷ് ആണെങ്കിൽ പിന്നെ ക്യാഷ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതിൽ ഇല്ലെന്ന് കണ്ടാൽ അത് റിജക്റ്റ് ചെയ്ത് കളയും. ഓക്കെ, പിന്നെ നെറ്റ് മന്ത്ലി ഇൻകം കറക്റ്റ് തന്നെ കൊടുക്കുക. പിന്നെ സെൽഫ് എംപ്ലോയീസും കൊടുത്തു നോക്കുക, നിങ്ങളുടെ ഇൻകം വെച്ച് കൊടുത്തു നോക്കുക. ഒരു 50% അപ്രൂവൽ ആകാനുള്ള ചാൻസ് കൂടുതൽ. പിന്നെ നിങ്ങൾക്ക് എത്രയാണോ ലോൺ വേണ്ടത്, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം, പക്ഷേ തരുന്ന എലിജിബിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ലോൺ തരുന്നത്. നിങ്ങൾ 5 ലക്ഷം കൊടുത്തെന്ന് പറഞ്ഞാൽ 5 ലക്ഷമൊന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരു 12 രൂപ സാലറി ഒരാൾക്ക് മാക്സിമം കിട്ടാവുന്ന തുക 1 ലക്ഷം രൂപയാണ്. അത് വേറെ ലോണൊന്നും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ മാത്രം. ഓക്കെ, പിന്നെ ലോൺ ടെന്യൂരിറ്റി നമുക്കിവിടെ കൊടുക്കാം. അത് അവർക്ക് കറക്റ്റ് അവർ തരാം. നമ്മൾ എത്രയാണ് ടെന്യൂരിറ്റി കൊടുക്കുന്നത് ആ ടെന്യൂരിറ്റി അവർക്ക് തരാൻ കഴിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെന്യൂരിറ്റി കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റാണ് നിങ്ങളുടെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു സ്റ്റാറ്റസ് നിങ്ങളുടെ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് വരുന്നതാണ് അപ്രൂവൽ ആയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഞാനിപ്പോൾ ഏറ്റവും ലോ ലെവൽ മീൻസ് ലോ ലെവൽ സാലറിയിലുള്ള ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ 50,000 60,000 രൂപ സാലറി ഉള്ളവർക്ക് ഏത് ബാങ്കിൽ ചെന്നാലും കിട്ടും. ഒരു 20,000 താഴെ വരുമ്പോൾ അത് റെസ്ട്രിക്ഷൻസ് വരും. അതുകൊണ്ടാണ് ഞാൻ ഒരു ആപ്പ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് 12 രൂപയിൽ ചെയ്യുന്ന ഒരു ആപ്പ് കണ്ടായിരുന്നു. ഒരു ബാങ്ക് ഉണ്ടായിരുന്നു, NBFC ഉണ്ടായിരുന്നു, V-Rise. പക്ഷേ അവർക്കൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ കുറച്ച് കൂടുതലാണ്. കാരണം സ്റ്റേറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളും കൂടുതൽ വേണം. പക്ഷേ അപ്രൂവൽ ആകുന്നുണ്ട്. എന്താ പറയുക, ഒരു മിനിമം ലെവലിൽ അപ്രൂവലായി പോകുന്നുണ്ട്. അപ്പോൾ അതിലേക്കാട്ടിയും ഒരു സ്റ്റെപ്പ് മുമ്പിൽ നിൽക്കുന്ന ആപ്ലിക്കേഷനാണ് നിറ എന്ന് പറയുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching my video. Have a nice day.